തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സയിലെ അനാസ്ഥ കാരണം വേണു മരിച്ചെന്ന വാർത്ത പുറത്തു വന്നു. വെന്റിലേറ്ററിൽ കയറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് കാണിക്കും, ഞാനൊന്ന് കണ്ടോട്ടെ, ഞാനൊന്ന് വിളിച്ചാൽ നേരിയ ഒരു ജീവൻ ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ ഉണരും എന്ന് പറഞ്ഞിട്ട് ആരും എന്നെ അതിനകത്ത് കയറ്റിയില്ല. കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെ ആശുപത്രി അധികൃതർ മറുവാദവുമായി രംഗത്തെത്തി. എന്നാൽ ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയാണെന്ന് അടിവരയിടുന്ന രണ്ടാമതൊരു വാദത്തിന് അവസരം നൽകാത്തൊരു ശബ്ദരേഖ പിന്നീട് പുറത്തു വന്നു. മരണത്തിന് തൊട്ടു മുൻപ് ചികിത്സ ലഭിക്കാത്തതിൽ ആശങ്ക അറിയിക്കുന്ന വേണുവിന്റെ ശബ്ദരേഖ. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം പറഞ്ഞ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഉടനടി തന്നെ ആൻജിയോഗ്രാം ചെയ്ത് കറക്റ്റ് ബ്ലോക്ക് മാറ്റാൻ. ഇത് 5ാമത്തെ ദിവസമായെന്ന് പറഞ്ഞു ചേട്ടാ. എവരൊക്കെ എന്ത് ഈ കുഞ്ഞു കളിക്കുന്നത്? എന്റെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം എവരൊക്കെ ഉണ്ടാവുമോ? എവരുടെ ഉദാസീനത ഉണ്ടാവുമോ? നികത്താന് എന്തൊരു മര്യാദയില്ലാത്ത ഇടപെടിയില്ല ഈ കാണിക്കുന്നത്. മരണത്തെ മുന്നിൽ കണ്ട വേണു ആശ്രയിക്കാൻ ആരുമില്ലാതെ ഒടുവിൽ ആശുപത്രി സംവിധാനങ്ങളെ പഴിക്കുന്നുണ്ട്. എനിക്ക് എന്ത് ജീവനപായം സംഭവിച്ചാൽ പോലും ഇതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സും മറ്റ് ജോലിക്കാരും കൂടെ ഞാൻ ഇതിലൂടെ ഉറപ്പ് നൽകുകയാണ്. സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ആ ഉറപ്പ് പാലിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ലെന്ന പരാതിയാണ് കുടുംബത്തിനുള്ളത്. വീണ്ടും ഒരു സമിതി രൂപീകരിച്ചു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വീണ്ടും KML വെച്ചിട്ട് ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയി. ഇത് ആദ്യം എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ബോധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിടേണ്ടി വന്ന ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ സത്യസന്ധമായിട്ട് ബോധിപ്പിച്ചു. ഞാൻ റിപ്പോർട്ട് കൊടുത്ത് ഹിയറിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വലിയ കാലതാമസമില്ലാതെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം എന്നാണ് ഞാൻ അവരോടും പറഞ്ഞത്. ഇപ്പം തന്നെ മരിച്ചിട്ട് 3 മാസമായി. അദ്ദേഹം മരണമൊഴി കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ടും ഇപ്പോഴും 5-ാം തീയതി ആയപ്പോൾ 3 മാസം കഴിഞ്ഞു. ഇനിയിപ്പോൾ 4ാമത്തെ മാസത്തിലൊക്കെ പോവുക. എന്നിട്ടും ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആരും വിളിച്ചതുമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അനാഥരായി, എത്രയേ ഉള്ളൂ. അവർ ഒറ്റയ്ക്കായി എന്ന് തോന്നി ആശങ്കയിലൂടെ കടന്നുപോയതാണ്. ഇപ്പോൾ അതിനുശേഷവും കരുതലാകേണ്ടവർ മാറി നിൽക്കുന്നു എന്ന പരാതിയുണ്ട്. അനാഥരായി എന്ന് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടാകണം. ഷനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.